അരി അരക്കാതെ ഇൻസ്റ്റൻ്റായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു നെയ്യപ്പം എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം സോഫ്റ്റാണ് ഈ ഒരു നെയ്യപ്പം എന്നുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. ആദ്യം നമുക്കൊരു ബൗളെടുത്ത് അതിലേക്ക് 1/4 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് 1/4 കപ്പ് പുട്ടുപൊടി ചേർക്കുന്നത് ചെറിയൊരു തരിതരിയൊക്കെ കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഒരു 1/2 കപ്പ് മൈദ, 2 നുള്ളു ഉപ്പ്, അതുപോലെ 150 ഗ്രാം ശർക്കര ഉരുക്കിയതാട്ടോ. 1 കപ്പ് വെള്ളത്തിലാണ് ശർക്കര ഉരുക്കിയെടുത്തിട്ടുണ്ടായിരുന്നത്. അത് ചെറിയൊരു ചൂടോടുകൂടെ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നല്ല ചൂട് വേണ്ട കേട്ടോ, ചെറിയൊരു ചൂട് മതി. എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്താലും ഒട്ടും കട്ടയില്ലാതെ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ അതാ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അത്യാവശ്യം തിക്കായിട്ടുള്ളൊരു ബാറ്ററായിട്ടാട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു 1/4 കപ്പ് കൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് 1/2 കപ്പ് തേങ്ങ ചിരവിയതും 2 ഏലക്കായ കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. ഒരുപാട് അങ്ങ് ഫൈനാക്കി എടുക്കണ്ട കേട്ടോ. നമ്മുടെ ആ ഒരു പുട്ടുപൊടിയുടെ ആ ഒരു ചെറിയ തരിതരിയൊക്കെ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ വേണം കേട്ടോ. വെള്ളം ആഡ് ചെയ്യുമ്പോൾ നോക്കിയിട്ട് ചേർക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ഒരു വെള്ളം കറക്റ്റാണ്. പിന്നെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിലൊക്കെ പുട്ടുപൊടിക്കൊക്കെ അനുസരിച്ചിരിക്കും കേട്ടോ. പിന്നെ അതിലേക്ക് 2 നുള്ളു ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ അത് സ്കിപ്പ് ചെയ്യുക കേട്ടോ. പിന്നെ നമുക്ക് ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതിലേക്ക് ഒരു തവി ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഓവർ ചൂട് നെയ്യപ്പത്തിന് ഒരിക്കലും പാടില്ല കേട്ടോ. ഓവർ ചൂടായാലും നെയ്യപ്പത്തിൻ്റെ ബാറ്റർ അങ്ങ് പിരിഞ്ഞു പോകും. അപ്പം കറക്റ്റ് ചൂടിൽ വേണം ഇത് ചുട്ടെടുക്കാൻ വേണ്ടി. സെയിം ബാറ്റർ തന്നെ ചൂട് കൂടിപ്പോയാൽ നെയ്യപ്പം മൊത്തത്തിലങ്ങ് ഫ്ലോപ്പായി പോകും കേട്ടോ. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ചെറിയൊരു ചൂടുണ്ടെങ്കിലും പിന്നീട് ചെറിയ തീയിലിട്ടിട്ട് വേണം ഇത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഉൾഭാഗം ഒന്നും കറക്റ്റായിട്ട് വെന്ത് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ചുട്ടെടുക്കാം. അടിപൊളിയായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. ഈ രീതിയിൽ ചെയ്തെടുക്കുക. കറക്റ്റ് ഈ ഒരു മെത്തേഡ് തന്നെ ഒന്ന് ഫോളോ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അടിപൊളിയായിട്ട് നമ്മുടെ നെയ്യപ്പമൊക്കെ കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. ഇത് പിറ്റേ ദിവസമായാലും ഹാർഡായി പോകില്ല കേട്ടോ. അത്രയും സോഫ്റ്റായിട്ടാണ് ഈ ഒരു നെയ്യപ്പം നമുക്ക് കിട്ടുക. ഇത് മുറിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റൻ്റായിട്ട് നെയ്യപ്പൊക്കെ തയ്യാറാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ.